ഈ ഇന്ദിരാ പ്രിയദർശിനി ബസ്സിലെ ഒരുപാട് സ്ത്രീകൾ യാത്ര ചെയ്യുന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യം കൂടിയാണ്. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ അവർ തീർത്ഥാടനത്തിന് പോകുന്നു, ചില ആളുകൾ സ്ഥലം കാണാൻ പോകുന്നു, ചിലർ ബന്ധുവീടുകളിലേക്ക് പോകുന്നു. അപ്പോൾ യാത്ര കൂടുതൽ ചെയ്യുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന മനുഷ്യരെ എത്ര കണ്ടാലും നമുക്ക് സന്തോഷമാണ്. പക്ഷേ സുരക്ഷയോടുകൂടിയാവണം യാത്ര, അല്ലേ? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വെറുതെ പോകാൻ പറ്റും എന്ന് കരുതി ഒരുപാട് പേര് ഇടിച്ചു കയറുമ്പോൾ വാഹനത്തിൻ്റെ കപ്പാസിറ്റിക്കും അപ്പുറത്തുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഞാനിത് പറയാനൊരു കാരണമുണ്ട്. പൊന്മുടിയിൽ തലനാരിഴയ്ക്കാണ് ഒരു അപകടം ഒഴിവായത്. പൊന്മുടി പാതയിൽ ഭീതി ഉയർത്തി KSRTCയുടെ പ്രിയദർശിനി ബസ് സർവീസുകൾ. 22 കൊടും വളവുകളാണ് ഈ പൊന്മുടി പാതയിലുള്ളത്. അനിയന്ത്രിതമായ തിരക്കും അമിതഭാരവുമാണ് വൻ സുരക്ഷാ ഭീഷണിയാകുന്നത്. കഴിഞ്ഞ ദിവസം ബ്രേക്ക് നഷ്ടപ്പെട്ട നെയ്യാറ്റിൻകര ഡിപ്പോയിലെ KSRTC ബസ് ഡ്രൈവറുടെ മനോസാന്നിധ്യം കൊണ്ട് മാത്രമാണ് വൻ ദുരന്തത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. അനിയന്ത്രിതമായ തിരക്ക് നിയന്ത്രിക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നുള്ള ആവശ്യം ശക്തമാണ്. തിരിച്ചുള്ള ഉല്ലസിച്ചുള്ള യാത്രയൊക്കെ കാണാൻ രസമാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സീറ്റിംഗ് കപ്പാസിറ്റിയിലും കൂടുതൽ ആളുകളെ നിർത്തി ഈ മലയോര പാതയിലൂടെ ഇതേപോലുള്ള KSRTC ബസ്സുകൾ യാത്ര ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ഭയമാവുന്നു. അങ്ങനെയാണ് ഈ അപകടങ്ങൾ കൂടുതലും ഉണ്ടാവുന്നത്. ഡ്രൈവർമാർ തന്നെ പറയുന്നു ഇത്രയും അധികം ആളുകളെ കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? കേട്ടാതിരിക്കാൻ പറ്റൂ. അതാണൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യാത്രകൾ വളരെ ആനന്ദകരമാണ്. അത് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ബസ്സിന് പകരം ഒരു ബസ്സും കൂടി ഇടുക, 1, 2, 3 സർവീസുകൾ കൂടി തുടങ്ങുക എന്നതല്ലാതെ എല്ലാ ആളുകളെയും കൂടി ഒരൊറ്റ ബസ്സിൽ കുത്തിക്കെട്ടിക്കൊണ്ട് പോകുമ്പോൾ അപകടം നമ്മൾ ക്ഷണിച്ചു വരുത്തുകയാണ്. ആഷിൻഡിയാഗോ ഉണ്ട്. ആഷിൻഡിയാഗോ ഇത് നമ്മൾ മലക്കപ്പാറയിലെ വാർത്ത നേരത്തെ കൈകാര്യം ചെയ്തിരുന്നു. ഗവി അടക്കമുള്ള സ്ഥലങ്ങളിലേക്കും ഇതേപോലെ ഈ സൗജന്യ യാത്ര വന്നപ്പോൾ ഒരുപാട് ആളുകൾ തിങ്ങിക്കൂടി യാത്ര ചെയ്യാൻ വരുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ അപകടം ക്ഷണിച്ചു വരുത്തുമെന്നുള്ളതാണ്. അത് മെനഞ്ഞാന്ന് തന്നെ ആ അപകടം ഒഴിവായത് ഡ്രൈവറുടെ മനോസാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അതും പൊന്മുടിയൊക്കെ 22 ഹെയർപിൻ വളവുകളാണുള്ളത്. അപ്പം ഒരു പരിധിയിൽ കൂടുതൽ ആളുകൾ കയറിയാൽ ആ വണ്ടി നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യം ഉണ്ടാവും. ഡ്രൈവർമാരും കണ്ടക്ടർമാരും തന്നെ പറയുന്നില്ലേ ഇങ്ങനെ പറ്റൂല എന്ന്. കാരണം തീർച്ചയായും യാത്രകൾ നല്ലത് തന്നെയാണ്. പക്ഷേ യാത്രകൾ സുരക്ഷിതമായിരിക്കണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊന്മുടിയിലേക്കടക്കം അവധി ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ പൊന്മുടിയിലേക്കുള്ള സീസൺ അടക്കം സജീവമാകുന്ന സമയം കൂടിയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അരുൺ, ഈ ബസ്സുകളിലെ യാത്ര അതിൽ അനിയന്ത്രിതമായ തരത്തിൽ തിരക്ക് വർദ്ധിക്കുമ്പോൾ അത് നിയന്ത്രിക്കുന്നതിന് അവിടെ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 22 എയർപിൻ വളവുകളുള്ള സ്ഥലമാണ് പൊന്മുടി. പൊന്മുടിയിലേക്ക് KSRTC പോലുള്ളൊരു പഴഞ്ചൻ വണ്ടി കയറി ചെല്ലുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങൾ അത് വലുതാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിൽ ചെയ്യേണ്ടത് യാത്രക്കാർ സ്വയം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. തിരക്കുള്ള ബസ്സുകളിലേക്ക് കയറാതിരിക്കുക, അല്ലെങ്കിൽ സർക്കാർ ഇതിൽ ഇടപെട്ട യാത്രക്കാരുടെ എണ്ണം നിജപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇതിലുള്ള ഏക പോംവഴി. ബസ്സുകളുടെ എണ്ണം കൂട്ടിയാലും അതിൽ ഇതേ തിരക്ക് ഉണ്ടാകും എന്നുള്ളതല്ലാതെ ആളുകൾ സ്വയം നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ സർക്കാർ ഇതിൽ ഇടപെടുകയോ ചെയ്യാതെ മറ്റു മാർഗങ്ങളില്ല എന്നുള്ളതാണ്. ഇതിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ പോലീസിനോ മോട്ടോർ വാഹന വകുപ്പിനോ അല്ലെങ്കിൽ KSRTC ജീവനക്കാർക്കും ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ നമുക്കറിയാം ഈ യാത്രക്കാരെ കയറ്റിയില്ലെങ്കിൽ ഇവർക്ക് തന്നെയാണ് പ്രശ്നം. കാരണം സൗജന്യ യാത്ര നൽകുന്ന ബസ്സുകളിൽ സ്ത്രീകൾക്ക് യാത്ര നിഷേധിച്ചു എന്നതടക്കമുള്ള വിമർശനങ്ങൾ അവർക്ക് നേരിടേണ്ടി വരും. പക്ഷേ ഇതൊരു സുരക്ഷാ വെല്ലുവിളിയാണ്. ഇത്രയും ആളുകളുമായി ബസ്സുകൾ ചുരം കയറുമ്പോൾ അല്ലെങ്കിൽ ഈ മലയോര മേഖലയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന അപകടം അതിന്റെ ഒരു സാക്ഷ്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഭാഗ്യവശാൽ മാത്രമാണ് ഇത്തരത്തിൽ നെയ്യാറ്റിൻകരയിൽ ഡിപ്പോയിൽ നിന്ന് പൊന്മുടിയിലേക്ക് യാത്ര പുറപ്പെട്ട ബസ് അത് വലിയൊരു അപകടത്തിൽ നിന്ന് ഒഴിവായിട്ടുള്ളത്. ഈ ഇറങ്ങുന്ന സമയത്ത് ബസ്സിന്റെ ബ്രേക്ക് നഷ്ടപ്പെടുകയും പിന്നീട് KSRTC ബസ് ഡ്രൈവറുടെ മനോധൈര്യം കൊണ്ട് മാത്രം അത് തൊട്ടടുത്ത് തന്നെ കോൺക്രീറ്റ് മതിലിലേക്ക് ഇടിച്ചു നിർത്തി. എന്നിട്ടും ബസ് അവിടെ നിന്നില്ല. പിന്നീട് മുന്നോട്ട് വന്ന സമയത്ത് ബസ്സിന്റെ അടിയിലേക്ക് അവിടെ മുറിച്ചിട്ടിരുന്ന മരക്കെട്ടകൾ കയറി തടഞ്ഞതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായിട്ടുള്ളത്. ഈ ഒരു സ്ഥിതി തുടരുകയാണെങ്കിൽ വലിയൊരു അപകടമായിരിക്കും പൊന്മുടിയിൽ കാത്തിരിക്കുക എന്നുള്ള മുന്നറിയിപ്പാണ് ഓരോ വകുപ്പുകളും നൽകുന്നത്. പ്രത്യേകിച്ച് അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനാണെങ്കിൽ പോലും വാഹനങ്ങൾ കടന്നു ചെല്ലുന്നതിന് ഒരു പരിമിതികളുണ്ട്. അങ്ങനെയുള്ള സമയത്ത് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ എങ്ങനെ ഇത് നിയന്ത്രിക്കാൻ കഴിയും, അല്ലെങ്കിൽ വലിയൊരു അപകട ഭീഷണി അത് എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം എന്നുള്ളതാണ്
ഫോറസ്റ്റുകാരും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് പോലീസുകാരും KSRTC ഒരുപോലെ ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ്. യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനുള്ള ബുദ്ധിമുട്ടല്ല, പക്ഷേ ഇത്രയും അനിയന്ത്രിതമായി സീറ്റിംഗ് കപ്പാസിറ്റിയും അതിൽ ബസ്സിൽ കൊള്ളാവുന്നതിൽ കൂടുതൽ ആളുകൾ കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ എത്രയും വേഗം ഒരു സർക്കാർ തലത്തിൽ ഇടപെട്ട് ഈ ടൂറിസ്റ്റ് മേഖലയിൽ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അപകട മേഖലയിലേക്കുള്ള KSRTC ബസ്സിലേക്ക് കയറുന്ന യാത്രക്കാരുടെ എണ്ണം നിജപ്പെടുത്തണമെന്നൊരു ആവശ്യമാണ് തീർച്ചയായിട്ടും അത് നിജപ്പെടുത്തുക, സർവീസുകൾ കൊണ്ടുവരിക എന്നതല്ലാതെ അശ്വിൻ മറ്റ് മാർഗമില്ല. കാര്യം യാത്ര ചെയ്യാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന ആളുകളെ നമ്മൾ നിരാശപ്പെടുത്താൻ പാടില്ല. ഒരു ബസ്സിന് പകരം 1-2 ബസ് പ്രത്യേകിച്ച് വാരാന്ത്യങ്ങളിൽ ഇട്ടുകൊടുക്കുക എന്നുള്ളതാണ്. പൊന്മുടി, മലക്കപ്പാറ, ഗവി ഈ 3 സ്ഥലങ്ങളിലേക്ക് പോകുന്ന വാരാന്ത്യങ്ങളിലെ KSRTC ബസ്സുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അവിടെ ഡ്രൈവർമാർ തന്നെ വലിയ ആശങ്കയോടുകൂടി പറയുന്നു. ഡ്രൈവർ തന്നെ പറയുമ്പോൾ അത് അധികാരികൾ കേൾക്കണമല്ലോ. ക്ഷണിച്ചു വരുത്തരുത് ഒരു ദുരന്തം എന്നാണ് നമുക്ക് അധികാരികളോട് പറയാനുള്ളത്. വളരെ തലമുടി താരടേക്കാണ് പൊന്മുടിയിൽ ഒരു അപകടം വഴിമാറിപ്പോയത്. പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക.